ശ്രീ ഗുരുഭ്യോ നമ. ഈ ഒരു ക്ലാസ്സിൽ 2026 UGC നെറ്റിൽ വന്ന ചോദ്യവും അതുപോലെ PSCയിൽ വന്ന ചോദ്യവും ഒന്ന് നോക്കാം. അത് രണ്ടും ഭഗവത്ഗീതയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് നോക്കുന്നത്. ഇത് നെറ്റിലെ ക്വസ്റ്റ്യനാണ്. പരസ്പരം സൂചിദ്വയം മേളയത എന്ന് പറഞ്ഞിട്ട്, അതായത് ഭഗവത്ഗീതയിലെ 1-ാമത്തെ അധ്യായത്തിൽ 15-16 ശ്ലോകങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണിത്. ഈ ശ്ലോകങ്ങളിൽ പറയുന്നത് യുദ്ധാരംഭത്തെ കുറിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആചാര്യന്മാർ ഓരോരുത്തർ ഓരോ ശംഖുകളെ മുഴക്കി എന്നാണ് ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ സൂചി 1 കൊടുത്തിരിക്കുന്നത് ഓരോ ആളുകളുടെ പേരും, സൂചി 2 കൊടുത്തിരിക്കുന്നത് അവരൂതിയ ശംഖിൻ്റെ പേരുമാണ്. അപ്പോൾ ഈ ഭഗവത്ഗീതയിലെ 15-16 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് ഉത്തരം കിട്ടും. നമുക്ക് നോക്കാം. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാവൃകോദര. ഇതാണ് 15-ാമത്തെ ശ്ലോകം. ഇതിൽ പറയുന്നത് ഹൃഷീകേശൻ, അതായത് കൃഷ്ണൻ, പാഞ്ചജന്യം എന്ന ശംഖിനെ മുഴക്കി എന്നാണ്. അപ്പോൾ കൃഷ്ണനെ ഇവിടെ ഓപ്ഷനുകളിൽ പറയുന്നില്ല. രണ്ടാമത്തത് ധനഞ്ജയൻ ദേവദത്തം എന്ന ശംഖിനെ മുഴക്കി എന്നാണ്. അപ്പോൾ ഇവിടെ സൂചി 1 സി ദേവദത്ത എന്ന ശംഖാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി ധനഞ്ജയനാണ്. അപ്പോൾ C4 ആണ് ഉത്തരം. അപ്പോൾ ഈ ഓപ്ഷനുകളിലേക്ക് നോക്കുകയാണെങ്കിൽ C4 എന്ന് പറഞ്ഞിട്ട് ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, 1-ാമത്തെ ഓപ്ഷൻ. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഉറപ്പിക്കാം അതാണ് ഇതിൻ്റെ ഉത്തരം എന്ന് ഉറപ്പിക്കാം. ഇനി ഈ ശ്ലോകത്തിൽ തന്നെ പറയുന്നു, പൗണ്ഡ്രം എന്ന ശംഖിനെ മുഴക്കിയത് ഭീമസേനനാണ് എന്ന് പറയുന്നു. അപ്പോൾ A2 എന്ന് നമുക്ക് കിട്ടി. ഇനി ഈ ശ്ലോകത്തിൽ തന്നെ ഈ ശ്ലോകത്തിൽ 3 കാര്യമാണ് പറയുന്നത്. കൃഷ്ണൻ പാഞ്ചജന്യം എന്ന ശംഖിനെ മുഴക്കി, ധനഞ്ജയൻ ദേവദത്തം എന്ന ശംഖിനെ മുഴക്കി, ഭീമസേനൻ പൗണ്ഡ്രം എന്ന ശംഖിനെ മുഴക്കി. ഇനി 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിര നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ. അനന്തവിജയം എന്ന ശംഖിനെ യുധിഷ്ഠിരൻ മുഴക്കി. അപ്പോൾ ഓപ്ഷൻ ഡി അനന്തവിജയ യുധിഷ്ഠിരസ്യ എന്ന് കിട്ടി. ഇനി നകുലൻ സുഘോഷം എന്ന ശംഖിനെ മുഴക്കി, സഹദേവൻ മണിപുഷ്പകം എന്ന ശംഖിനെ മുഴക്കി എന്ന് പറയുന്നു. അപ്പോൾ ഓപ്ഷൻ ബി മണിപുഷ്പക സഹദേവസ്യ എന്ന് കിട്ടുന്നു. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ 1 ആണ്. പൗണ്ഡ്രഃ ഭീമസേനസ്യ, മണിപുഷ്പകഃ സഹദേവസ്യ, ദേവദത്തഃ ധനഞ്ജയസ്യ, അനന്തവിജയഃ യുധിഷ്ഠിരസ്യ എന്നതാണ്. ഇനി ഇപ്പോൾ കാണിക്കുന്നത് PSC ക്വസ്റ്റ്യൻ ആണ് 2026. അത് ഈ ഭഗവത്ഗീതയിലെ 1-ാമത്തെ അധ്യായത്തിലെ 12-ാം ശ്ലോകത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ആ 12-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്. തസ്യ സംജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദദ്മൗ പ്രതാപവാൻ. അതായത് പ്രതാപവാൻ കുരുവൃദ്ധ പിതാമഹ തസ്യ ഹർഷം സംജനയൻ ഉച്ചൈഃ സിംഹനാദം വിനദ്യ ശംഖം ദദ്മൗ എന്നാണ് അന്വയം. അതായത് പ്രതാപശാലിയും കുരുക്കളിൽ മൂത്തവനുമായ പിതാമഹ മുത്തച്ഛൻ, തസ്യ അദ്ദേഹത്തിന്, അതായത് ദുര്യോധനന് സന്തോഷം ജനിപ്പിച്ചുകൊണ്ട് ഉറക്കെ സിംഹത്തിൻ്റേതുപോലുള്ള തൻ്റെ ശബ്ദം ധ്വനിപ്പിച്ച് പിന്നെ ശംഖ് ഊതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുരുവൃദ്ധ പിതാമഹ ശംഖം ദദ്മൗ,
കുരുക്കളിൽ മൂത്തവനായിട്ടുള്ള പിതാമഹൻ മുത്തച്ഛൻ ശംഖിനെ ഊതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം അത്ര കുരുവൃദ്ധ കഹ, കുരുക്കളിൽ മൂത്തവനായിട്ട് ആ കുരുവൃദ്ധൻ എന്ന് പറയുന്നത് ആരെയാണെന്നതാണ് ചോദ്യം. അപ്പോൾ ഉത്തരം ഭീഷ്മ എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം.